അപ്പോൾ ഓക്കെ ഹായ്, ഞാൻ ഇന്ന് SLCയുടെ 4ാമത്തെ ചാപ്റ്ററായ മോൾ കൺസെപ്റ്റും ഗ്യാസ് ലോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ 3 സ്റ്റേജസ് ഉണ്ടെന്ന്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസ് സ്റ്റേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിനകത്ത് പറയുന്നത് ഗ്യാസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അവർക്ക് ഒരു ഇതുമില്ല, അതായത് ഒരു ഇതും ഇല്ലാതെ ഫ്രീ ആയിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഫ്രീ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അവർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും മോളിക്യൂൾസ് തമ്മിൽ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ? ഡിസ്റ്റൻസ്. ആ മോളിക്യൂൾസ് തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസും ഉണ്ടാവും. ഇവിടെ ഒരു മോളിക്യൂൾസ് ആണെങ്കിൽ അപ്പുറത്തായിരിക്കും വേറൊരു മോളിക്യൂൾസ്. അതാണ് മിസ് എഴുതിയത്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് വെരി ഹൈ. പിന്നെ പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് വെരി ലോ. പിന്നെ പറയാനുള്ള ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, അതായത് ഫ്രീ ആയിട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്, അതും വെരി ഹൈ ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ പ്രോപ്പർട്ടീസിനെയാണ്. എന്താണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്? ഇതിന്റെ പ്രോപ്പർട്ടീസാണ്. ആദ്യം മിസ് പറയാൻ പോകുന്ന 3 പ്രോപ്പർട്ടീസാണ്: വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. അതിലെ വോളിയം എടുക്കുമ്പോൾ മിസ് ഇവിടെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു ക്യൂബ് എടുക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ സൈസ് എല്ലാം 1 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. 1 സെന്റിമീറ്റർ. നമുക്കറിയാം ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എന്താണ്? V = L × B × H ആണെന്ന്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ഇതെല്ലാം 1 സെന്റിമീറ്റർ ആയതുകൊണ്ട് എന്താ? 1 സെന്റിമീറ്റർ × 1 സെന്റിമീറ്റർ × 1 സെന്റിമീറ്റർ, അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് വരും. ഈ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആയിരിക്കും. എന്താണ്? 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആയിരിക്കും. ഇതാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന ഈ ക്യൂബിന് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞാലോ, നമ്മൾ 10 വെച്ച് ഇൻറ്റു ചെയ്യും അല്ലെ? 10 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1000 സെന്റിമീറ്റർ ക്യൂബ് വരും അല്ലെ? 1000 സെന്റിമീറ്റർ ക്യൂബ് വരും. അതെന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഈ വോളിയം എങ്ങനെ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഒരു കണ്ടെയ്നർ എടുക്കും. 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നർ എടുത്തു. 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നർ എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു ഫ്രീ ആയിട്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക. അതുകൊണ്ട് ഇത് ഫുൾ ആയിട്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ എന്താ? 2 ലിറ്ററിന്റെ ആണെങ്കിലും സെയിം അവസ്ഥയാണ്. മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അവർ യഥേഷ്ടം നടക്കുന്നുണ്ട്. അത് തന്നെ അവിടെ ഉള്ള സ്പേസ് എല്ലാം അവര് ഒക്യുപ്പൈ ചെയ്യും. അതുകൊണ്ട് അതിന്റെ എത്ര വോളിയം എന്ന് ചോദിച്ചാൽ 2 ലിറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ വാട്ടറിന്റെ കേസിൽ പറയുമ്പോൾ 1 ലിറ്ററിനകത്തുള്ളത് നമ്മൾ 2 ലിറ്ററിലേക്ക് എഴുതുമ്പോൾ എന്താ? പകുതി മാത്രമേ കാണത്തുള്ളൂ. കാര്യം അവര് ഗ്യാസിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രഷർ ആണ്. പ്രഷർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വാട്ടർ കുറച്ചും കൂടെ ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി എടുത്തിട്ടാണ് നമ്മൾ ഗ്യാസിലേക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മിസ് ഒരു കണ്ടെയ്നർ എടുത്തു, എന്നിട്ട് ഗ്യാസ് മോളിക്യൂൾസ് കൊടുത്തു. ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഈ പോർഷനിലാണ് മിസ് എന്ത് കൊടുക്കുന്നത്? പ്രഷർ കൊടുക്കുന്നത്. ഒരു മർദ്ദം കൊടുത്തു. ഈ മർദ്ദം കൊടുക്കുന്ന സമയത്ത് ഈ പോർഷനിലെ ഗ്യാസ് മോളിക്യൂൾസിന് മാത്രമേ ആ പ്രഷർ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള മോളിക്യൂൾസിനൊക്കെ യഥേഷ്ടം മൂവ് ചെയ്യാം. ഇതാണ് പ്രഷറിന്റെ കേസിൽ. നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന്. യൂണിറ്റ് വരുന്നത് പാസ്കൽ ആണ്. അപ്പൊ ചോദിച്ചോട്ടെ, വോളിയത്തിൻ്റെതോ? മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ടെമ്പറേച്ചറിന്റെ കേസാ പറയുന്നത്. എന്താണ് ടെമ്പറേച്ചർ? അപ്പൊ ഈ ടെമ്പറേച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മിസ് ഒരു ബലൂൺ എടുത്തു. ഈ ബലൂൺ ഞാൻ വീർപ്പിച്ച് കുറെ ആകുമ്പോൾ ഈ ബലൂൺ പൊട്ടും. കാരണം അതിൽ വോളിയം അല്ലെങ്കിൽ സ്പേസ് കഴിഞ്ഞിട്ടും മിസ് ഇങ്ങനെ എയർ കൊടുത്തോണ്ടേ ഇരിക്കുക. അതുകൊണ്ട് അങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ കേസ്. ടെമ്പറേച്ചറിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അതായത് ഞാനിപ്പം നമുക്കറിയാം വെളുപ്പാൻ കാലത്ത് എണ്ണിക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും
മൂവ് ചെയ്യുക. അപ്പൊ മിസ് എന്താ പറഞ്ഞത്, ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞു. ടെമ്പറേച്ചറിന്റെ കേസിൽ നമുക്കറിയാം കോട എന്ന് പറയാം. കോട സമയത്ത് അല്ലെങ്കിൽ മഞ്ഞുള്ള സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് സ്ലോ ആയിട്ടായിരിക്കും പോവുക. കാരണം എന്താ, അവർക്ക് എനർജി ഇല്ല, കൈനറ്റിക് എനർജി കുറവായിരിക്കും. പക്ഷേ കുറച്ചൊരു 10 മണി, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുക. നമുക്കൊരിക്കലും ഗ്യാസ് മോളിക്യൂൾസ് കാണാൻ പറ്റില്ല, പക്ഷെ ഫ്രീ, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. കാരണം എന്താ, അവർക്ക് എനർജി കിട്ടി, അവർ ചൂടായി. അതുകൊണ്ടാണ് ടെമ്പറേച്ചറിന്റെ കേസ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന 3 ലോ ആണ്. അതായത് നമ്മുടെ ഗ്യാസ് ലോ, നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം തന്നെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റാണ്. അപ്പൊ ഈ ഗ്യാസ് ലോയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഗ്യാസ് ലോ എന്ന് പറയുന്നത് ബോയ്സ് ലോ ആണ്. എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ബിയും അതേപോലെ തന്നെ പിയുടെയും കേസാണ് പറയുന്നത്. വോളിയവും പ്രഷറും അങ്ങനെ വരുന്ന സമയത്ത് എന്താ, നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. നമ്മൾ പറഞ്ഞു ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. മിസ് പറയാണ്, ഒരു അക്വേറിയം എടുത്തു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അക്വേറിയം. ഈ അക്വേറിയത്തിൽ മീനുകൾക്ക് വേണ്ടി നമ്മൾ എന്താ കൊടുത്തു, ഓക്സിജൻ കൊടുക്കും അല്ലെ. ഇങ്ങനെ ഇപ്പൊ ഇത്രയും ഓക്സിജൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം, അതായത് ഇതിന്റെ താഴെ എന്താ കുഞ്ഞു ബബിൾസ് ആയിരിക്കും. പക്ഷെ മുകളിലോട്ട് പോകുമ്പോൾ വലിയ വലിയ ബബിൾസ് ആയിരിക്കും. കാരണം എന്താ, അടിഭാഗത്തെ പ്രഷർ എന്താ കൂടുതലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ മുകളിലോ പ്രഷർ കുറവാണ്. പ്രഷർ കുറവായതുകൊണ്ട് അവിടെ എന്താ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, മുകളിൽ ഒരു അക്വേറിയത്തിന്റെ മുകളിൽ ഒരു ബലൂൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബോയ്സ് ലോയുടെ എക്സാമ്പിൾ ആണ്. അവിടെ പ്രഷർ മുകളിൽ കുറവാണ്, വോളിയം കൂടുതലാണ്. താഴോട്ട് വരുമ്പോഴോ പ്രഷർ കൂടുതലാണ്, വോളിയം കുറവാണ്. മക്കൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? ഇനി നമ്മൾ പറയുന്നത് ചാൾസ് ലോ ആണ്. എന്താണ് ചാൾസ് ലോ? ഈ ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി മിസ് പറയാൻ പോകുന്ന അടുത്ത ലോ എന്താണെന്ന് അറിയോ? അടുത്ത ലോ ആണ് നമ്മുടെ അവഗാഡ്രോസ് ലോ. അതായത് NA, നമ്മൾ മോൾ കൺസെപ്റ്റ് പറയുമ്പോൾ അവഗാഡ്രോ ലോ NA നമ്പേഴ്സ് പറയുന്നുണ്ട്. അതായത് അവഗാഡ്രോ ലോ നമ്പർ ഇത്ര പറയുന്നുള്ളൂ, ടെമ്പറേച്ചർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അതുകൊണ്ട് ടെമ്പറേച്ചറും പ്രഷറും അവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഈ പ്രൊപ്പോർഷണൽ ടു N, പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി മിസ് പറയാൻ പോകുന്നത്, അതായത് നമ്മുടെ ആദ്യത്തെ ലോ ആയ ബോയ്സ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോ ലോ ഓർക്കാൻ എളുപ്പ ഒരു വഴി പറയാം. ABC, നമ്മുടെ ആൽഫബറ്റിലെ ABC ഓർക്കത്തില്ലേ? A ഫോർ എന്താ, ആപ്പിൾ എന്ന് പഠിച്ചതിന് പകരം ഇവിടെ A ഫോർ അവഗാഡ്രോ ലോ. B ഫോർ ബോൾ എന്ന് പഠിച്ചതിന് പകരം നമുക്ക് ബോയ്സ് ലോ എന്ന് പറയാം. C ഫോർ കാറ്റ് എന്ന് പഠിച്ചതിന് പകരം ചാൾസ് ലോ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇവിടെ വോളിയവും ടെമ്പറേച്ചറുമാണ്. അതുകൊണ്ട് ഇവിടെ പ്രഷറും നമ്പർ ഓഫ് മോൾസുമാണ് കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. ഇനി മിസ് ഇതിന്റെ ഫോർമുല, അതായത് എക്സ്പ്രഷൻസ് പറയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബോയ്സ് ലോ ആണെങ്കിൽ V പ്രൊപ്പോർഷണൽ 1/P ആണെന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ K കൊടുത്തു. അപ്പൊ VP ഈക്വൽ K എന്ന് പറഞ്ഞു. നമ്മുടെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ പോയിന്റിന്റെ ടെമ്പറേച്ചറും വോളിയം P1 V1 എന്ന് പറയാം. ഫൈനൽ പോയിന്റ് ആണെങ്കിൽ P2 V2 എന്ന് പറയാം. കാര്യം PV ഈക്വൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മൾ ചാൾസ് ലോയിലേക്ക് വരുമ്പോൾ V പ്രൊപ്പോർഷണൽ T ആണെന്നറിയാം. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ K കൊടുത്തു. അപ്പൊ V/T ഈക്വൽ K എന്ന് പറയാം. K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ V1/T1 ഈക്വൽ V2/T2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മളൊരു പ്രോബ്ലം ആണ് പറയാൻ പോകുന്നത്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ബോയ്സ് ലോയുടെ പ്രോബ്ലം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ വോളിയം പ്രഷറും പറയുന്നതാണ് ബോയ്സ് ലോ. ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ലോ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ എടുക്കുന്ന PV ഈസ് കോൺസ്റ്റന്റ് എന്ന് കൊടുത്തു. P1 V1 ഈക്വൽ P2 V2 ആണെന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് P1 തന്നിട്ടുണ്ട് 1 ATM ആണെന്ന്, V1 തന്നിട്ടുണ്ട് 1200 ആണെന്ന്, P2 നമുക്കറിയത്തില്ല, P3യുടെ
V2 തന്നിട്ടുണ്ട്, P2 അറിയത്തില്ല, V2 തന്നിട്ടുണ്ട് 30 ആണെന്നും. അപ്പം നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ P2 എന്ന് പറയുന്നത് 1 × 1200 ഡിവൈഡഡ് ബൈ 30. അപ്പം 40 ATM കിട്ടി. ATM കിട്ടിയ കാരണം എന്താ? ഇവിടെ P1ന്റെ പ്രഷറിന്റെ യൂണിറ്റ് ATML ആണ്. അതുകൊണ്ട് P2 ATMൽ തന്നെ വേണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തൊരു പ്രോബ്ലം ആണ് പറയുന്നത്. ഇഫ് ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 27 സെൽഷ്യസ്, വാട്ട് വിൽ ഇറ്റ്സ് വോളിയം അറ്റ് 0 സെൽഷ്യസ്? ഇത് ചാൾസ് ലോ ആണ് പറയുന്നത്. കാരണം എന്താ? V പ്രൊപ്പോർഷണൽ ടു T എന്നാണ് നമ്മൾ പറഞ്ഞത്. ടെമ്പറേച്ചർ നമുക്കറിയാം എന്താ, നമുക്ക് 27 സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. ചാൾസ് ലോ എപ്പോഴും കെൽവിനിലേക്ക് മാറ്റണം. അതുകൊണ്ട് T1 എന്ന് പറയുന്നത് 27 + 273 കൂട്ടുമ്പോൾ എത്ര? 300 K വരും. അതേപോലെ T2 എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് 273 ചെയ്യുമ്പോൾ എത്ര? 273 കെൽവിൻ തന്നെ വരും. നമ്മൾ ചാൾസ് ലോയിൽ എപ്പോഴും ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കും പറയുക. ഇനി വോളിയം V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ആണെന്ന് പറഞ്ഞു ലിറ്റർ. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ എന്താ? V1/T1 ഈക്വൽ V2/T2 ആണല്ലോ, ഈക്വൽ. അപ്പൊ V1 എന്ന് പറയുന്നത് 300 ആണ്. സോറി, T1 എന്ന് പറയുന്നതാണ് 300. P1 എന്ന് പറയുന്നത് 150 ആണ്. 150/300 ഈക്വൽ എന്താണ് വരിക? V2 എത്ര? 273. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. നമുക്കറിയാലേ ക്രോസ് മൾട്ടിപ്പിൾ. അപ്പൊ എത്ര? V2 ഈക്വൽ 150 × 273/300 ഇങ്ങനെ വരത്തില്ലേ? അപ്പൊ V2 എന്ന് പറയുന്നത് എത്ര വരും? V2 എന്ന് പറയുന്നത് 135.5 ലിറ്റർ വരും അല്ലേ? 135.5 ലിറ്റർ. ഇത്രയാണ് നമ്മുടെ V2 വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി അവഗാഡ്രോ ലോ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ദ വോളിയം ഓഫ് എ ഡിഫൈൻഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് 1 atm പ്രഷർ. ഇത് നമ്മൾ പ്രഷർ ആൻഡ് 300 K ടെമ്പറേച്ചർ ഈസ് 13 ലിറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 0.5 ATM പ്രഷർ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബോയ്സ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്ത് വരുന്നതാ. ബോയ്സ് ലോയും ചാൾസ് ലോയും കൂടെ. അപ്പം നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം ഓൾറെഡി P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പറയുന്ന ഇക്വേഷനും, അത് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ V1/T1 ഈക്വൽ V2/T2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്താണ്? അതായത് P1 അതായത് P1 V1/T1 ഈക്വൽ എന്താണ്? P2 V2/T2. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് കമ്പൈൻഡ് ക്വസ്റ്റ്യൻ. ബോയ്സ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ P1 V1/T1 ഈക്വൽ P2 V2/T2 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P1 തന്നിട്ടുണ്ട് ഇല്ലേ? P1 എന്ന് പറയുന്നത് 1 atm ആണ്. 1 atm. അതേപോലെ V1 തന്നിട്ടുണ്ട് T1. പ്രഷർ എന്ന് പറയുന്നത് ഓഫ് എ ഗ്യാസ് 1 atm. P1 തന്നിട്ടുണ്ട് 300 ആണ്, 300 K ആണ് ടെമ്പറേച്ചർ എന്ന് തന്നിട്ടുണ്ട്. V1 എന്ന് പറയുന്നത് 30 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. ഇനി V2ന്റെ കേസാ, അതായത് P2 V2 T2. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട് 0.5 ആണെന്ന് പ്രഷർ തന്നിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ എത്ര തന്നിട്ടുണ്ട്? 273 K ആണെന്ന് തന്നു. പക്ഷെ നമുക്ക് V2 എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം 1 × 13/300 ഈക്വൽ എന്താണ്? 0.5 × V2/273. അതായത് V2 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതും. V2 ഈക്വൽ ഈ 30 ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 30 × 273 എത്ര വരും?
ഈ 300 ഇൻറ്റു 0.5 ഇങ്ങനെ വരത്തില്ലേ? 30 ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 0.5. അപ്പോൾ വരുന്ന നമുക്ക് ആൻസർ ആണ് എത്ര വരും? നമുക്ക് 54.2 ലിറ്റർ. അത്രയാണ് നമുക്ക് V2 കിട്ടുന്നത്. 54.2 ലിറ്റർ, അത്രയും V2 നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യനും? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ചാപ്റ്ററിന്റെ ഹാർട്ട് ബീറ്റ് ആയ മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് മോൾ കൺസെപ്റ്റ്? മോൾ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കുറേ പാക്കറ്റുകളോ കുറേ മാങ്ങകൾ എടുക്കുന്നു. അതിൽ കുറച്ച് മാങ്ങകൾ എടുക്കുമ്പോൾ ഒരു മാങ്ങ എന്ന് പറയുന്ന ഒരു മോള് എന്ന് പറയുന്ന 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇതിനെ പറയുന്നതാണ് NA, അതായത് അവഗാഡ്രോസ് നമ്പർ എന്ന് നമ്മൾ പറയും. NA എന്ന് പറയുന്നത് അവഗാഡ്രോസ് നമ്പർ ആണ്. ഇത്രയാണ് മോൾ കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇനി മോൾ കൺസെപ്റ്റിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സിന് ഇൻഡ്യൂ ചെയ്യുക. ഇപ്പോൾ O2ന്റെ അറ്റോമിക് നമ്പറാണ് 16. 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു 16 32. ഇതേപോലെ NH3, H2, CaCO3, C6H12 O6 ഇങ്ങനെ ഗ്ലൂക്കോസ് ആണ്. C6H12 O6 എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും പഠിക്കും. അതായത് കാർബൺ എന്ന് പറയുന്നത് 12 ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. ഇങ്ങനെ നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യണം. കാര്യം ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ തരും, ചിലത് തരില്ല. കാര്യം ഓക്സിജൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയും. പക്ഷെ വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ ആ എലമെന്റ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളത് പേടിക്കണ്ട. ഭൂരിപക്ഷ ക്വസ്റ്റ്യൻസിലും അറ്റോമിക് നമ്പർ തന്നിരിക്കും. എന്നിട്ട് നിങ്ങൾ മോളാർ മാസ് കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ? ഇനി വോളിയമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നത് അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP, ഗിവൺ വോളിയം ഇൻ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ മോളാർ വോളിയം ഇൻ STP. ഇതാണ് നമ്മുടേത്. അതായത് ഒരു മോളാർ വോളിയം ഇൻ STP എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അതായത് ഒരു മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലം ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇത് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് ലോയും ചാർട്ട്സ് ലോയും നമ്മുടെ അവഗാഡ്രോസ് ലോയും ഞാൻ പറഞ്ഞു ABC. അതായത് A ഫോർ ആപ്പിളിന് പകരം അവഗാഡ്സ് ലോ, Bക്ക് ബാറ്റിന് പകരം ബോയ്സ് ലോ, Cക്ക് കാറ്റിന് പകരം ചാർട്ട്സ് ലോ പഠിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? ബോയ്സ് ലോ ആണ്. V പ്രൊപ്പോർഷണൽ 1/P. അവിടെ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസ് എന്താ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി V പ്രൊപ്പോർഷണൽ T എന്ന് പറയുന്ന ചാർട്ട്സ് ലോ ആണ്. അവിടെ പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി V പ്രൊപ്പോർഷണൽ N എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് അവഗാഡ്രോസ് ലോ ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണെന്ന് പറഞ്ഞു. അവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ? V പ്രൊപ്പോർഷണൽ, എല്ലാം V പ്രൊപ്പോർഷണൽ അല്ലേ? അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. 1/P ഇൻറ്റു T ഇൻറ്റു N എന്ന് കൊടുത്തു. കാര്യം നമുക്കറിയാം ഈ 3 ഇക്വേഷനിലും എന്താണ്? VP കോൺസ്റ്റന്റ് ആണ്. V പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് അല്ലേ? ഈ V പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്, ഇവിടെ V പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്, V പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്. അങ്ങനെ വരുന്ന സമയത്ത് V പ്രൊപ്പോർഷണൽ 1/P ഇൻറ്റു T ഇൻറ്റു N എന്ന് പറഞ്ഞു. അപ്പൊ V അതായത് PTN. അപ്പൊ P ഇങ്ങോട്ട് വന്നു, ഈ വിയുടെ സ്ഥാനത്തേക്ക്. അപ്പൊ PV ഈക്വൽ കോൺസ്റ്റന്റ് NT എന്ന് പറഞ്ഞു. ഈ പ്രൊപ്പോർഷണൽ സൈൻ അപ്പുറത്തോട്ട് വന്നപ്പോൾ അത് കോൺസ്റ്റന്റ് ആയി. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് R എന്നുള്ളത്. R എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ PV ഈക്വൽ nRT, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? The gas which obey ideal gas equation at all temperatures and pressures are known as ideal gas. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയുന്നത് മോൾ കൺസെപ്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മക്കളെ, ഇനി ലാസ്റ്റ് പോർഷൻ നമ്മൾ കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻസ് കഴിഞ്ഞു എന്ന് മിസ് പറഞ്ഞു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? സെലക്ട് ഫ്രം ദ ബോക്സ് ദ കറക്റ്റ് ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദ ഗിവൺ സിറ്റുവേഷൻ. നമ്മുടെ 3 ലോയും തന്നിട്ടുണ്ട്. ബോയ്സ് ലോ തന്നിട്ടുണ്ട്, ചാർട്ട്സ് ലോ തന്നിട്ടുണ്ട്, അവഗാഡ്രോസ് ലോ തന്നിട്ടുണ്ട്.
ചോദിച്ചിരിക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബലൂൺ കെപ്റ്റ് അറ്റ് സൺലൈറ്റ് ബാസ്റ്റ് ആഫ്റ്റർ സംടൈംസ്. അതായത് നമ്മൾ ഒരു ബലൂൺ വേപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് എവിടെ വെച്ചു, സൂര്യന്റെ പ്രകാശത്തിൽ കുറച്ച് നേരം വെച്ചു. ആ ബലൂൺ കുറച്ച് കഴിയുമ്പോൾ പൊട്ടും. ഏത് ലോയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ലോയാണ്? നമ്മുടെ ചാർട്ട്സ് ലോയാണ് വരുന്നത്. കാരണം എന്താ? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓർമ്മയുണ്ടല്ലോ, വി പ്രൊപ്പോർഷണൽ ടു ടി, വി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയും. ഓക്കെ ആണല്ലോ അത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ഇതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞു, ചാർട്ട്സ് ലോ. ഇനി രണ്ടാമത് ചോദിച്ചത് സൈസ് ഓഫ് ആൻ എയർ ബബിൾ റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിന്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ബബിൾസ് എന്ത് ചെയ്യും? കൂടി വരും. കാരണം എന്താ? ഞാൻ പറഞ്ഞു എന്താ? ബോയ്സ് ലോ ആണ്. വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. മുകൾ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും, വോളിയം കൂടുതലായിരിക്കും. താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, വോളിയം കുറവായിരിക്കും. മക്കൾക്കൊക്കെ ആണല്ലോ. അപ്പം ഇത് ബോയ്സ് ലോ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷനും കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വോളിയം 34 ഗ്രാം ഓഫ് NH3 അറ്റ് STPയിലാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് STP എന്ന് പറയുന്നത് വോളിയം തന്നിട്ട് വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളോട് എന്താ? ഗ്രാം ആണ് തന്നിരിക്കുന്നത്. ഞാൻ മക്കളോട് പറയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗ്രാമിൽ തന്ന, അതായത് ഗ്രാമിൽ തന്ന ഏത് എലമെന്റ് ആണോ ഇപ്പൊ NH3 അമോണിയയുടെ അതായത് മോളാർ മാസ് എഴുതുക. അമോണിയയുടെ മോളാർ മാസ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ ഈ 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രാമിൽ തന്നിട്ട് വോളിയം ലിറ്ററിലേക്കാണ് ചോദിച്ചത്. നമുക്കറിയാം ലിറ്ററിലാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ ആ ലിറ്ററെ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ചെയ്താൽ മതി എന്ന് ആണല്ലോ മക്കളെ. പക്ഷെ ഇവിടെ നമുക്ക് 30 ഗ്രാമിൽ തന്നിട്ട് ലിറ്ററിലാണ് നമുക്ക് വോളിയം കിട്ടേണ്ടത്. ഗ്രാമിൽ തന്നിട്ട് ലിറ്ററിൽ. മക്കൾക്ക് തെറ്റിപ്പോകരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഗ്രാമിൽ തന്നേക്കുക. ഗ്രാമിൽ തരുമ്പോൾ എത്ര മോൾസ് വരും? നമ്മൾ ഗ്രാമിലാണ് തന്നിരിക്കുന്നതെന്ന് മിസ് പറഞ്ഞു. അതായത് അമോണിയയുടെ മോളാർ വെയിറ്റ് 17 ആണെന്ന് നമുക്കറിയാം. 34/17 എത്ര മോൾസ് ആയിരിക്കും അവിടെ ഉണ്ടായത്? 2 മോൾ അല്ലേ? 2 മോൾസ് ഉണ്ടായി. ഈ 2 മോൾസിനെ 2 × 22.4 ലിറ്റർ ചെയ്താൽ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ ആണ് മിസ് പറയുന്നത് കേട്ടോ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 34 ഗ്രാം ഓഫ് NH3 ഗ്യാസ് അറ്റ് STP. ആ ക്വസ്റ്റ്യൻ ആൻസർ ആണ് മിസ് എഴുതിയത്. ഓക്കെ, അപ്പം നമുക്ക് 2 × 22.4 ലിറ്റർ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടി എത്ര? 44.8 ലിറ്റർ. അത്രയും നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ മക്കളെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയംസ് ഫ്രം ദ വൺസ് ഗിവ് ബിലോ അറ്റ് STP. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അല്ലേ തന്നിരിക്കുന്നത്? അതെ. ഇതെന്താ? 64 ഗ്രാം ഓഫ് O2. അതായത് ഓക്സിജന്റെ ഇതെന്ന് പറയുമ്പോൾ 16 × 2 എന്ന് പറയുമ്പോൾ എത്ര? 16 × 2 എന്നാണ് അറ്റോമിക് നമ്പർ വരിക. അറ്റോമിക് നമ്പർ 16 എന്നറിയാം. മിസ് ഇവിടെ കാണിച്ചില്ലേ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്? കണ്ടോ? 32 ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനാ? 32 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞു. 32 കിട്ടി അല്ലേ? അപ്പം 64/32. അപ്പൊ എത്ര മോൾസ് കിട്ടുന്നു? അതേ ഇൻറ്റു 22.4 ലിറ്റർ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? അങ്ങനെ തന്നെയല്ലേ 44 ഗ്രാം ഓഫ് CO2. അതും ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ. കാര്യം ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, മക്കൾക്കൊന്ന് കുഴപ്പിക്കാനുള്ളത്. അതായത് നമുക്ക് അവഗാഡ്രോസ് നമ്പർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്നെയാണ് തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് മോൾസിലാണ്, ഈ ഗ്രാമിൽ ലിറ്ററിലും അല്ല തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം മിസ് പറഞ്ഞു ഇനി ഗ്രാമിലല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇനി ലിറ്ററിലല്ല തന്നിരിക്കുന്നത്, ഇനി നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിരിക്കുന്നത്, അല്ലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്പർ തന്നിരിക്കുന്നെങ്കിലോ നമുക്കറിയാം. അതായത് തന്നിരിക്കുന്ന നമ്പർ, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്ര? 2 × 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. അങ്ങനെ ചെയ്യണം. അതായത് നമ്മുടെ 1n വെച്ച് ഡിവൈഡ് ചെയ്യണം.
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? 22.4 ലിറ്റർ വെച്ച് ഇൻഡു ചെയ്യണം. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇവിടുത്തെ ആൻസറും കിട്ടിയില്ലേ? കറക്റ്റ്, നമ്മൾ അതും ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെ 34 gram ഓഫ് NH3, അത് നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3.2 gram ഓഫ് CH4 എന്ന് പറയുമ്പോൾ എങ്ങനെ? മിസ് പറഞ്ഞു എന്താ? 3.2 gram ഡിവൈഡഡ് ബൈ CH4ന്റെ മോളാർ മാസ് അല്ലേ? ആ കിട്ടുന്ന നമ്പർ ഓഫ് മോൾസിനെ 22.4 ലിറ്റർ വെച്ച് ഇൻഡു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? ഇതും അങ്ങനെ 56 ml. ഇവിടെ നോക്കി, ഈ 56 ml എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് മാറ്റണം. നമ്മൾ പറഞ്ഞു വോളിയത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ എന്താ? ലിറ്റർ എന്ന് പറഞ്ഞില്ലേ മക്കൾക്ക്? മിസ് കാണിച്ചു തരാം. വോളിയത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇതാ പറഞ്ഞില്ലേ, ഗിവൺ വോളിയം ഇൻ ലിറ്റർ, മില്ലി ലിറ്റർ തന്നാൽ പറ്റില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത്? മില്ലി ലിറ്ററിലാണ്. അതായത് 56 ml, അതിനെ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞു. ഈ 56 തരുമ്പോൾ അതേ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ അത്രയും ലിറ്ററിലേക്ക് മാറ്റി. ആ കിട്ടിയേക്കുന്ന ലിറ്റർ വെച്ചിട്ടായിരിക്കണം പിന്നെ നമ്മൾ ബാക്കി മുകളിലൊക്കെ ചെയ്ത സ്റ്റെപ്പ് പോലെ ചെയ്താൽ മതി. ലാസ്റ്റ് എത്തത് മിസ് പറഞ്ഞ കണ്ടോ? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എന്നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് മോൾസ് കിട്ടും. എന്ത് നമ്പർ ഓഫ് മോൾസ്? ഈ നമ്പർ ഓഫ് മോൾസിനെ 22.4 ലിറ്റർ വെച്ച് വീണ്ടും ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ആണല്ലേ. അപ്പൊ ഇവിടെ ഒന്നും ചെയ്യേണ്ട, നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഇവിടുത്തെ പോലെ കാൽക്കുലേറ്റ് ദ വോളിയം ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്റർ കാണുന്നവരെ ബൈ.